ഇന്ത്യയിലെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത ഭീകരവാദി ഫർഹത്തുള്ള ഘോരിയുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ജാഗ്രതയോടെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ. ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളോടായിരുന്നു ഘോരിയുടെ ആഹ്വാനം. നിലവിൽ പാകിസ്ഥാനിലാണ് ഘോരിയുള്ളത്. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രവും ഇയാൾ തന്നെയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. പാകിസ്ഥാന്റെ ISIയുടെ പിന്തുണയോടെ ഒരു സ്ലീപ്പർ സെൽ മുഖാന്തരമായിരുന്നു രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടത്തിയത്. വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ആളാണ് ഘോരി. പ്രഷർ കുക്കർ ഉപയോഗിച്ച പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും ഘോരി വീഡിയോയിൽ വിശദീകരിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ പെട്രോളിയം പൈപ്പ് ലൈനുകളെയും ഹിന്ദു നേതാക്കന്മാരെയും ലക്ഷ്യം വെക്കുവാനും ഇയാൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. സ്ലീപ്പർ സെല്ലുകളുടെ വസ്തുവകകളെ ED, NIA തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച ഇന്ത്യൻ സർക്കാർ ലക്ഷ്യം വെക്കുന്നു. ഇതിലൂടെ സ്ലീപ്പർ സെല്ലുകളെ ദുർബലപ്പെടുത്തുകയാണ്. എന്നിരുന്നാലും തിരിച്ചുവരുമെന്നും സർക്കാരിനെ ഉലയ്ക്കുമെന്നും ഘോരി വീഡിയോയിൽ പറയുന്നു. 3 ആഴ്ച മുൻപ് ടെലഗ്രാം ആപ്പിലൂടെയാണ് ഇയാളുടെ വീഡിയോ പുറത്തെത്തിയത് എന്നാണ് വിവരം. മാർച്ച് 1 രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. കേസ് NIA ഏറ്റെടുക്കുകയും 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. 2002 ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രത്തിലുണ്ടായ ആക്രമണം, 2005 ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിലുണ്ടായ ചാവേർ ആക്രമണം തുടങ്ങിയവയ്ക്ക് പിന്നിലും ഘോരിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു.